നമ്മുടെ രതീഷും ജിൻഡോയും കൂടി രാവിലെ ജയിലിൽ നിന്നും പുറത്തിറങ്ങിയിട്ടുണ്ട്. ജയിലിന്റെ വാതിക്കലേക്ക് എന്നിട്ട് റസ്മിൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇനി അല്പം ഒതുങ്ങും എന്ന് പ്രതീക്ഷിക്കാമല്ലേ? അപ്പോൾ രതീഷിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു: അങ്ങനെ ഒരു പ്രതീക്ഷയെ വേണ്ട, പൂർവാധികം ശക്തിയോടുകൂടി, ഇരട്ടി ശക്തിയോടുകൂടി ഞങ്ങൾ മടങ്ങി വരികയാണ്. നിങ്ങൾ 17 പേരും ഞങ്ങൾ 2 പേരും. നിങ്ങൾ 17 പേരുടെ ടീമാണ്, പക്ഷേ ഞങ്ങൾ 2 പേർ, ഞങ്ങളും ഒരു ടീമായി ഇപ്പോൾ മാറിയിരിക്കുകയാണ്. രതീഷ് പറയുന്നു, ഇതുവരെ ഞാൻ ഒറ്റയ്ക്കായിരുന്നു കളിച്ചിരുന്നത്, ഇനിയിപ്പോൾ എൻ്റെ കൂടെ ഒരാളും കൂടിയുണ്ട്, ജിൻഡോ. ഞങ്ങൾ ഒരുമിച്ചാണ് ഇനി കളിക്കാൻ പോകുന്നത്. തുടർന്ന് 2 പേരും കൂടി വാഷ്റൂം ഏരിയയിലേക്ക് വന്ന് പല്ല് തേക്കുകയും അപ്പോൾ തന്നെ പല കാര്യങ്ങളും പങ്കുവെക്കുകയും ചെയ്യുകയാണ്. ആ സമയത്ത് രതീഷ് പറഞ്ഞൊരു കാര്യമുണ്ട്: ഇവർ മണ്ടന്മാരാണല്ലോ, ഇത്രയും ആൾക്കാർ വെറും മണ്ടന്മാർ. നമ്മളെ 2 പേരെയും കൂടി ജയിലിൽ അയക്കുന്ന സമയത്ത് ഞാൻ ഓർത്തു, നമ്മൾ ഇവിടെ ഇല്ലാത്ത സമയത്ത് വേറെ കളിയൊക്കെ അതിനകത്ത് നടക്കുമെന്ന്. ഒരു കളിയും അതിനകത്ത് നടന്നില്ല. അവരൊരുമിച്ച് കൂടിയിരുന്ന് കാര്യം പറഞ്ഞു, അതിനുശേഷം പോയി കിടന്ന് ഉറങ്ങി. ബോധവും വിവരവും ഉള്ളവരായിരുന്നെങ്കിൽ നമ്മളില്ലാത്ത സ്ഥാനത്ത് അവർ വേറെ കളി അവിടെ നടത്തിയേനെ. ആർക്കെതിരെ എന്ത് ചെയ്യാൻ പറ്റും, എങ്ങനെ പുതിയ ഗെയിം കണ്ടെത്താൻ കഴിയും, ആ രീതിയിലുള്ള കളികൾ അവരവിടെ നടത്തിയേനെ. അതിനുള്ള ബോധമുള്ള ഒരുത്തൻ പോലും അതിനകത്തില്ല. എല്ലാവരും കൂടി ഇരുന്നു കൊണ്ട് കാര്യം പറയുന്നു, ചേട്ടാ വിളിക്കുന്നു, ഇക്ക വിളിക്കുന്നു. ഈ രീതിയിലുള്ള കളിയാണ് അതിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും തമ്മിൽ ഭയങ്കര സമാധാനത്തിലും സ്നേഹത്തിലും അങ്ങനെ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. യാതൊരു ഗെയിം പ്ലാനും ആർക്കുമില്ല. പറഞ്ഞ കാര്യത്തിൽ സത്യം ഇല്ലായികയില്ല. കാരണം ഇന്നലെ ഇവരകത്ത് കയറിയ സമയം മുതൽ വട്ടമേശ സമ്മേളനം അവിടെ നടക്കുന്നു. ഇവരുടെ കുറ്റങ്ങളും കുറവുകളും ഒക്കെ പറഞ്ഞ് പരസ്പരം രസിക്കുന്നു, സന്തോഷിക്കുന്നു. ആർക്കും ആരോട് യാതൊരു പരിഭവവും പരാതിയും ഒന്നുമില്ല. പ്രത്യേകിച്ച് ആരും ആർക്കുമെതിരെ ഗെയിമുകൾ പ്ലാൻ ചെയ്യുന്നുമില്ല. ഒന്നും തന്നെ അതിനകത്ത് നടക്കുന്നില്ല. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ആ വീട് ഉറങ്ങിയതുപോലെ ആയിപ്പോയി. എങ്കിലും ജയിലിനകത്ത് മാത്രം അനക്കമുണ്ടായിരുന്നു. 2 ആൾക്കാർ മാത്രം ജയിലിനകത്തിരുന്നു കൊണ്ട് വെളുത്തുള്ളി പൊളിക്കുകയാണ്. പക്ഷേ ആ ജയിൽ റൂമിനകത്തും അവർ ഗെയിം തന്നെയായിരുന്നു കളിച്ചുകൊണ്ടേയിരുന്നത്. എന്തായാലും ഇപ്പോൾ 2 ആളും പുറത്തു വന്നിട്ടുണ്ട്. പുറത്തു വന്ന് ഗെയിം തുടങ്ങുകയാണ്. എന്താകുമെന്ന് നമുക്ക് നോക്കിക്കാണാം.